കണ്ണൊക്കെ നമുക്ക് വരയ്ക്കാം, ചുണ്ടും കുഴപ്പമില്ലാതെ വരയ്ക്കാം. പക്ഷേ മൂക്ക് വരയ്ക്കണമാണ് പാട്. മൂക്ക് എവിടെ തുടങ്ങും, എങ്ങനെ അവസാനിക്കും എന്നൊരു ഐഡിയ ഇല്ല. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഒരു സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഒരു മൂക്ക് എങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. എൻ്റെ പേര് സച്ചിൻ. ഐ എം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു മൈ ആർട്ട് ചാനൽ. This is artist Sachin. Yeah. Let's go. If I go, I'ma get. When I go, I'ma hit. And I know I'm the kid. I'm a soul, don't forget. നമസ്കാരം, ആർട്ട് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ ആർട്ടോ എന്ന ബ്രാൻഡിൻ്റെ 150 GSM ഡ്രോയിങ് ഷീറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചിത്രം വരയ്ക്കുവാനായിട്ട് HB, 2H, 4B എന്നീ 3 ടൈപ്പ് പെൻസിലുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മൂക്കിൻ്റെ ഗൈഡ് ലൈൻസ് വരയ്ക്കാം. ഹൊറിസോണ്ടലി ഒരു ലൈൻ വരച്ചിട്ട് ഒരു വലിയ സർക്കിളും അതിൻ്റെ 2 സൈഡിലായിട്ട് 2 ചെറിയ സർക്കിളുമാണ് ആദ്യം വരയ്ക്കുന്നത്. എന്നിട്ട് ഈ സർക്കിളിൻ്റെ ഇടയിലൂടെ മൂക്കിൻ്റെ ദ്വാരവും താഴേക്ക് വന്ന് മൂക്കിൻ്റെ അറ്റം ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ സർക്കിൾസിൻ്റെ 2 സൈഡും മൂക്കിൻ്റെ അറ്റമാക്കി വരയ്ക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള ലൈൻസ് മാറ്റി കളഞ്ഞാൽ നമുക്കൊരു മൂക്കിൻ്റെ ഷേപ്പ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് മൂക്കിൻ്റെ പാലമാണ്. മൂക്കിൻ്റെ പാലം വരയ്ക്കുന്നു. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വരയ്ക്കേണ്ട ആളിൻ്റെ മൂക്കിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ആ സർക്കിൾസിൻ്റെ വലിപ്പവും അതുപോലെ അതിൻ്റെ ആകൃതിയും വ്യത്യാസപ്പെടുത്തി നോക്കുക. ഇങ്ങനെ പല ടൈപ്പ് സർക്കിൾസും പല വലിപ്പത്തിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള മൂക്കുകൾ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ലൈറ്റിൽ നിന്നാണ് ഷെയ്ഡ് ചെയ്ത് തുടങ്ങുന്നത്. 2H പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഷെയ്ഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ണ് വരച്ചപ്പോഴും അതിനു മുമ്പ് ചുണ്ട് വരച്ചപ്പോഴും അതിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ആ ഗൈഡ് ലൈൻസ്, നമ്മൾ ആദ്യം വരയ്ക്കുന്ന ഗൈഡ് ലൈൻസ് എത്രത്തോളം കൃത്യമായി വരയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ ഗൈഡ് ലൈൻസ് വരയ്ക്കാനുള്ള ടിപ്പുകളാണ് ഞാൻ ഓരോ വീഡിയോസിലുമായിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. ഈ ഗൈഡ് ലൈൻസ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരുപാട് നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാനൊരു മടക്കിയ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് കോട്ടൺ ബഡ്സും അതുപോലെ തന്നെ പേപ്പർ സ്റ്റിക്കുകളും ഉപയോഗിച്ചിരുന്നു. മൂക്കിൻ്റെ ഹോൾസും മൂക്കിൻ്റെ താഴെയുള്ള ഭാഗവും കുറച്ചുകൂടി ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മൂക്കിൻ്റെ ഹോൾ വരയ്ക്കുന്ന ആകൃതി നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ എല്ലാവരും റൗണ്ടായിട്ടാണ് വരയ്ക്കുന്നത്. മൂക്ക് നേരെ നോക്കുമ്പോൾ ഇങ്ങനെയൊരു ഷേപ്പിലായിരിക്കും മൂക്കിൻ്റെ ഹോൾ കാണുന്നത്. ഇനി ഗ്രാജുവലി നമ്മൾ ഡാർക്ക് ഷെയ്ഡിലേക്ക് പോവുകയാണ്. എവിടെയൊക്കെയാണ് അധികം വെളിച്ചം വരാത്തത് ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. മൂക്കിൻ്റെ ഷേപ്പ് ഈ ഷെയ്ഡ് വഴി ഡിഫൈൻ ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് മൂക്ക് വരയ്ക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു ഫോട്ടോ കൂടി റെഫർ ചെയ്ത് വരയ്ക്കുക. അപ്പോഴാണ് ഈ നിഴലും വെളിച്ചവും എങ്ങനെയാണ് മൂക്കിൽ വരുന്നത്, എവിടെയൊക്കെയാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, എത്രത്തോളം ഡാർക്ക് ടോൺ നമ്മൾ യൂസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത തവണ നിങ്ങൾ മൂക്ക് വരയ്ക്കുമ്പോൾ ഒരു ഫോട്ടോ റെഫറൻസ് കൂടി നോക്കുക. അടുത്തതായിട്ട് മൂക്കിൻ്റെ താഴെ ഒരു ഷെയ്ഡ് ഞാൻ കൊടുക്കുകയാണ്. മൂക്ക് നമ്മുടെ ഫേസിൽ പൊന്തിയിരിക്കുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് മൂക്കിൽ ലൈറ്റ് വീഴുമ്പോൾ അതിൻ്റെ നിഴൽ നമ്മുടെ ചുണ്ടിൻ്റെ മുകളിലായിട്ട് വീഴുന്നതായിരിക്കും. ഇറേസർ ഉപയോഗിച്ച് ഹൈലൈറ്റ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടി ഹൈലൈറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് മൂക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളും ഇത് വരച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്ന് ഒക്ടോബർ 27. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ എൻ്റെ ബർത്ത്ഡേസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇത്തവണ എൻ്റെ വ്യൂവേഴ്സ് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നതിലും ലൈക്ക് ചെയ്യുന്നതിലും കമൻറ്റ് ചെയ്യുന്നതിലും ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഇത്ര അടിപൊളിയാക്കി തീർത്തതിന് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇനിയും കൂടുതൽ നല്ല നല്ല ആർട്ട് വീഡിയോസുമായിട്ട്, നല്ല നല്ല ട്യൂട്ടോറിയൽസുമായിട്ട്, നല്ല നല്ല ഇൻ്റർവ്യൂസുമായിട്ട്, നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ആർട്ട് ചാനൽ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്.
അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.